Today we will discuss about vector integration. Vector integration. നമ്മൾ 2 ചാപ്റ്റർ കഴിഞ്ഞു. തേർഡ് ചാപ്റ്റർ ആണ് വെക്ടർ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. അതോടെ വെക്ടറിൻ്റെ ചാപ്റ്റർ കഴിയും. അപ്പോൾ വെക്ടർ ഇൻ്റഗ്രേഷനിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ലൈൻ ഇൻ്റഗ്രൽ എന്താണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇൻ്റഗ്രൽ എന്താണെന്ന് നമുക്കറിയാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് അറിയാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ ഇതാ ഇൻ്റഗ്രൽ a to b f of x dx. അപ്പോൾ ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോം ആണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രലായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്താ നമുക്കറിയാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എ തൊട്ട് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലൈൻ ഇൻ്റഗ്രലിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക ഒരു കേർവ് കൊണ്ട് ആണ്. അത് കേർവ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലുള്ള കേർവ് ആവാം, അല്ലെങ്കിൽ ഒരു സ്പേസിലുള്ള കേർവ് ആവാം. അപ്പം അതുകൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻ്റഗ്രലാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ വി ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ. ഇപ്പോൾ ഫംഗ്ഷൻ ഇതായിരിക്കും 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസാണ് പറയുന്നത്. 2 വേരിയബിൾ ആണെങ്കിലും ഓക്കെയാണ്. വി ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ g of xyz over a curve c in the plane or space described by a parametric equation or by an explicit function. The resulting integral is called a line integral or a curvilinear integral or a contour integral. അപ്പോൾ ലൈൻ ഇൻ്റഗ്രലിന് 3 പേരാണുള്ളത്. ലൈൻ ഇൻ്റഗ്രൽ, കർവിലീനിയർ ഇൻ്റഗ്രൽ, കോണ്ടൂർ ഇൻ്റഗ്രൽ. അപ്പോൾ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ഓവർ എ കർവ് സി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ എന്താ പറയുക. അപ്പോൾ സി എന്ന് പറഞ്ഞ കർവ് ഒന്നെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ്റെ ഫോമിലായിരിക്കാം. അപ്പോൾ ഏതിലാണെങ്കിലും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലൈൻ ഇൻ്റഗ്രൽ പറയുന്നതിന് മുന്നേ കുറച്ച് കൺസെപ്റ്റുകളുണ്ട് അതിൻ്റെ ഇക്വേഷനൊക്കെ ഫോം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് കേർവ് സി എന്ന് പറഞ്ഞാൽ കേർവ് എടുക്കും. അപ്പോൾ അതൊരു എക്സ് വൈ പ്ലെയിനിലുള്ള കേർവാണെന്ന് വിചാരിക്കും. സപ്പോസ് സി ഈസ് എ കേർവ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ parameterized by x equal to f of t, y equal to g of t, where a less than or equal to t less than or equal to b, and capital A and capital B are points f of a, g of a, and f of b, g of b respectively. We call C the path of integration. അപ്പോൾ സി എന്ന് പറഞ്ഞ കേർവ് എക്സ് വൈ പ്ലെയിനിലുള്ള കേർവാണ് സി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിലാണ് എഴുതിയിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ് സി എന്ന് പറഞ്ഞ കേർവിനെ മാർക്ക് ചെയ്യുന്നത്. അതിൽ ടി വേരി ചെയ്യുന്നത് എ ടു ബി ആണ്. ഇനി ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? എഫ് ഓഫ് എ, ജി ഓഫ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ക്യാപിറ്റൽ എ. ഇനി ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? എഫ് ഓഫ് ബി, ജി ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേർവ് സി എന്ന് പറഞ്ഞ കേർവിനെ നമ്മൾ പറയുന്ന പേരാണ് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. സീനെ നമ്മൾ പറയും പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി അടുത്തത് നമ്മൾ ക്യാപിറ്റൽ എനെ നമ്മൾ എന്ത് പറയും? എ എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ്. എ ഇറ്റ്സ് ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ബി ഇറ്റ്സ് ടെർമിനൽ പോയിന്റ്. ദെൻ the curve C is oriented and the direction is from A to B, in which t increases, is called the positive direction of C. അപ്പോൾ എനെ നമ്മൾ ഇനിഷ്യൽ പോയിന്റ് എന്നും ബിനെ ടെർമിനൽ പോയിന്റ് എന്നും പറയും. നമ്മുടെ കേർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എ ഇനിഷ്യൽ പോയിന്റ്, ബി ടെർമിനൽ പോയിന്റ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. സി എന്ന് പറഞ്ഞ കേർവിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ സി എന്ന് പറഞ്ഞ കേർവ് ഓറിയന്റഡ് ആണ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ദ ഡയറക്ഷൻ എന്ന് പറയാൻ ഫ്രം എ ടു ബി ആണ്. അപ്പോൾ എ ടു ബിയിലേക്ക് ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓൺ സി എന്ന് പറയും.
ഇതിനാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓൺ സി എന്ന് പറയും. പിന്നെ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ കാര്യങ്ങൾ, സി എന്ന് പറഞ്ഞ കർവിനെ പറ്റി കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ട്. അപ്പൊ എന്താ നോക്കാം. അപ്പൊ അടുത്ത നോട്ടാണ് നമ്മൾ സി എന്ന് പറഞ്ഞ കർവിനെ പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ സി ഈസ് എ സ്മൂത്ത് കർവ് ഇഫ് എഫ് ഡാഷ് ആൻഡ് ജി ഡാഷ് ആർ കണ്ടിന്യൂസ് ഇൻ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പൊ സി എന്ന് പറഞ്ഞത് സ്മൂത്ത് കർവ് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഡാഷും ജി ഡാഷും എന്താവണം? കണ്ടിന്യൂസ് ആവണം. എഫ് ഡാഷും ജി ഡാഷും കണ്ടിന്യൂസ് ആവണം ഇൻ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ. ഇനി ആൻഡ് നോട്ട് സൈമൾട്ടേനിയസ്ലി സീറോ ഇൻ ദ ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ സീറോ ആവാനും പാടില്ല. എന്തിലും സീറോ ആയാൽ പ്രശ്നമില്ല. ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ എഫ് ഡാഷും ജി ഡാഷും സീറോ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സി എന്ന് പറഞ്ഞ കർവിനെ സ്മൂത്ത് കർവ് എന്ന് പറയും. സി പീസ് വൈസ് സ്മൂത്ത്. സി എന്ന് പറഞ്ഞത് പീസ് വൈസ് സ്മൂത്ത് ആവുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കർവ്സ് C1, C2, etc. Cn joined end to end. That is C equal to C1 union C2 union etc. union Cn. എന്ന് വെച്ചാൽ സി പീസ് വൈസ് സ്മൂത്ത് ആവുന്നത് എപ്പോഴാണ് എന്നാ നോക്കുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞ കർവിനെ നമുക്ക് ആ സി എന്ന് പറഞ്ഞ കർവിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കർവുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ സി എന്ന് പറഞ്ഞ കർവ് ഫോം ചെയ്യുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കർവ് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ പറയും സി എന്ന് പറഞ്ഞ കർവ് സ്മൂത്ത് പീസ് വൈസ് സ്മൂത്ത് ആണ്. അപ്പൊ നമുക്ക് സി നെ എങ്ങനെ എഴുതാം? C1 യൂണിയൻ C2 യൂണിയൻ എക്സെട്ര യൂണിയൻ Cn എന്ന് എഴുതാം. ഇനി അടുത്ത തേർഡ് പ്രോപ്പർട്ടി ഇതാണ്. സി എന്ന് പറഞ്ഞ കർവ് ക്ലോസ്ഡ് ആവുന്നത് എപ്പോഴാണ്? സി ഈസ് എ ക്ലോസ്ഡ് കർവ് ഇഫ് എ ഈക്വൽ ടു ബി. അപ്പൊ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും സി ഈസ് എ ക്ലോസ്ഡ് കർവ് എന്ന് പറയും. ഇനി സി എപ്പോഴാണ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെന്ന് പറയും. അപ്പൊ ഈ ടേംസ് ഒക്കെ നമ്മൾ ഇനി പല ടേമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെക്ടർ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഈ ടേംസ് യൂസ് ചെയ്യേണ്ടി വരും. അതിനാണ് ഇപ്പൊ ഈ കൺസെപ്റ്റ് പറയുന്നത്. C is a simple closed curve if A equal to B ആവണം. പിന്നെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. And the curve does not cross itself. സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കർവില് എയും ബിയും ഈക്വൽ ആണ്, പക്ഷെ അതിങ്ങനെ ക്രോസ് ചെയ്ത് പോവരുത്. ഡസ് നോട്ട് ക്രോസ് ഇറ്റ് സെൽഫ്. അത് രണ്ടും ക്രോസ് ചെയ്ത് പോവരുത്. ഇത് സിമ്പിൾ ക്ലോസ്ഡ് അല്ല. അപ്പൊ സർക്കിളൊക്കെ സിമ്പിൾ ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇത് എയും ബിയും ഈക്വൽ ആണ്, പക്ഷെ അത് ക്രോസ് ചെയ്ത് പോകുന്നുമില്ല. അപ്പൊ ഇത് സിമ്പിൾ ക്ലോസ്ഡ് ആണ്, ഇത് സിമ്പിൾ ക്ലോസ്ഡ് അല്ല. അപ്പൊ ഇതാണ് സി എന്ന് പറഞ്ഞ കർവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള കാര്യം ഓർത്തുക. ഇപ്പൊ 3 വേരിയബിളിന്റെ കേസിലാണെങ്കിൽ ഇപ്പോ 3 ഫങ്ഷൻസ് ഉണ്ടാവും അവിടെ. എഫ് ജി ഒരു എച്ച് ആണെങ്കിൽ ആ 3 ഫങ്ഷന്റെ ഡെറിവേറ്റീവ് എന്താവണം? കണ്ടിന്യൂസ് ആവണം. പിന്നെ അത് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ 0 ആവാനും പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ 0 ആവാമെന്നാണോ? ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ 0 ആവരുത്, എൻഡില് 0 ആവാം. കുഴപ്പമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ലൈൻ ഇന്റഗ്രൽ, പ്ലെയിനിലെ ലൈൻ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമ്മളൊരു പ്ലെയിനിൽ ലൈൻ ഇന്റഗ്രൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും നോക്കാം. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഇൻ ദ പ്ലെയിൻ. അപ്പൊ അതിൽ ഓരോ ടേം ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഗ്രാഫ്. നമ്മുടെ കേർവ് സി എന്ന് പറഞ്ഞ കേർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയാം, അതിനനുസരിച്ച് ഇവിടെ പറയാം. ലെറ്റ് z ഈക്വൽ ടു g of xy
be defined in some region that contains the smooth curve C defined by x equal to f of t, y equal to g of t, a less than or equal to t less than or equal to b. Divide C into n subarcs of length delta sk according to the partition a equal to t0 less than t1 less than t2 less than etc less than tn equal to b of closed interval ab. Let the projection of each subarc on to the x and y axis have length delta xk and delta yk respectively. അപ്പോൾ ഇവിടെ പറയുന്നത് z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് സ്മൂത്ത് കർവ് സി ആണ്. സി ഡിഫൈൻ ചെയ്തിട്ടുള്ള പാരാമെട്രിക് ഫോമിലാണ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, വേർ ടി എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് എ ടു ബി ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സീനെ നമ്മൾ എൻ സബ് ആർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ സി എന്ന് പറഞ്ഞാൽ എ ടു ബി തൊട്ട് വരെയുള്ള കർവിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എൻ ആയിട്ട് എൻ സബ് ആർക്കുകളായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത്. അതിൽ ഒരു ആർക്ക് എടുക്കുക. ഇപ്പൊ ഇവിടെ കട്ട് ചെയ്തു, അതുപോലെ ഇവിടെ കട്ട് ചെയ്തു. ഈ ലെങ്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ലെങ്തിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെൽറ്റ എസ് കെ എന്ന് വിളിച്ചു. അപ്പൊ ഓരോ സബ് ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് കെ ആയിരിക്കും. പിന്നെ ഈ പാർട്ടീഷനിൽ ഫസ്റ്റ് പോയിന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും, അതാണ് ടി നോട്ട്. ലാസ്റ്റത്തെ ലെങ്ത് ബി ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഈ വാല്യൂ കൂടി പോവുക ചെയ്യും. ഇനി അതിലെ എക്സ് ആക്സിസിലെ ഈ ലെങ്തിനെ നമ്മൾ ഡെൽറ്റ എക്സ് കെ എന്ന് പറയും, വൈ ആക്സിസിലെ ഈ ലെങ്തിനെ ഡെൽറ്റ വൈ കെ, ഓരോ പോയിന്റിലോട്ടുള്ള ആ ലെങ്തിനെ ഡെൽറ്റ വൈ കെ എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിയാനുള്ളത്. ഇനി അടുത്തത് ഒരു നോം എന്താണ്. അപ്പൊ ഓരോ സബ് ആർക്കിന്റെ ലെങ്ത്, എല്ലാ സബ് ആർക്കിന്റെ ലെങ്ത് സെയിം ആയിരിക്കണം നിർബന്ധമില്ല, പല ഡിഫറെന്റ് ലെങ്തിലുള്ളതാവാം. അപ്പൊ ലെറ്റ് നോം ബി ദ നോം ഓഫ് ദ പാർട്ടീഷൻ ഓർ ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് സബ് ആർക്ക്. അപ്പൊ ഈ സബ് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ലെങ്ത് കൂടിയ സബ് ആർക്കിന്റെ ലെങ്തിനെയാണ് നമ്മൾ നോം എന്ന് പറയാം, നോം ഓഫ് ദ പാർട്ടീഷൻ എന്ന് പറയാം. അപ്പൊ ഇതില് നോം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. ഇവിടുന്ന് ഇവിടെ ഈ ഡിഫറൻസിനെ നമ്മൾ നോം എന്ന് പറയാം. ഈ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിലുള്ളതിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഡിഫറൻസ് ഏതാണോ അതിനെയാണ് നമ്മൾ നോം എന്ന് പറയാം. ഇനി രണ്ട് കാര്യങ്ങളോട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഇന്റഗ്രല് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെന്താ നോക്കാം. നമ്മൾ ഇനി ഈ ഇന്റർവെല്ലിലുള്ള ഒരു സബാർക്കിലുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെടുക്കുക, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ചൂസ് എ സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഓൺ ഈച്ച് സബാർക്ക്. ഓരോ സബാർക്കിലും ഇങ്ങനെ ഒരു സാമ്പിൾ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഇനി എന്ത് ചെയ്യുക, ഫോം ദ സംസ്. ഈ മൂന്ന് സമ്മുകൾ ഫോം ചെയ്യാം. സിഗ്മ കെ ഈക്വൽ ടു 1 to n g of xk star comma yk star into delta xk comma sigma k equal to 1 to n g of xk star comma yk star into delta yk. അടുത്തത് sigma k equal to 1 to n g of xk star comma yk star into delta sk. അപ്പൊ ഈ മൂന്ന് സമ്മുകളും ഫോം ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻ ഇന്റഗ്രൽസ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ 3 ലൈൻ ഇന്റഗ്രൽസ് ഉണ്ടാവും. അപ്പൊ 3 ലൈൻ ഇന്റഗ്രൽസ് നമുക്കിപ്പോ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ലൈൻ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡെഫിനിഷൻ ഇതാണ്. ലെറ്റ് ജി ബി എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഡിഫൈൻഡ് ഓൺ എ റീജിയൻ ഓഫ് പ്ലെയിൻ കണ്ടെയ്നിങ് എ സ്മൂത്ത് കർവ് സി. അപ്പൊ അതിൽ ഫസ്റ്റ് ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ജി അലോങ് സി
ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എങ്കിൽ ലൈൻ ഇന്റഗ്രൽ കാണേണ്ടതെങ്കിൽ അതാണ് കാണാൻ പോകുന്നത്. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു, അത് കാണാൻ വേണ്ടി നമ്മൾ ഈ സമ്മേഷൻ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 എടുക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ കോമ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാം. അടുത്തത് ലൈൻ ഇന്റഗ്രൽ ഓഫ് ജി അലോങ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ വൈ കെ. ഇവിടെ ജസ്റ്റ് ഡെൽറ്റ വൈ കെ മാറും, പിന്നെ നോം പി ടെൻസ് ടു 0 ആയിട്ട് ലിമിറ്റ് എടുക്കും. തേർഡ് വൺ, ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ജി അലോങ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു ദ ആർക്ക് ലെങ്ത് എസ്. വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ കാണുന്നതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n. നമ്മൾ ഈ സമ്മ് നേരത്തെ കണ്ടുവച്ചായിരുന്നു, അത് വെച്ച് കണ്ടാൽ മതി. സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ കോമ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് എസ്, വിത്ത് റെസ്പെക്ട് ടു വൈ, ഈ 3 കേസും ഓർത്ത് വെക്കുക. ജസ്റ്റ് ഇവിടെ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ആദ്യം കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാം.